ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും ഇരുണ്ടതും ഹൃദയഭേദവുമായ ഭാഗമാണിത്. ഈ സംഭവങ്ങൾ നമുക്ക് മാതൃകയാകാനല്ല, മുന്നറിയിപ്പാകാനാണ് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദുഷ്പ്രവൃത്തികളെ ബൈബിൾ ഒരിക്കലും മഹത്വവൽക്കരിക്കുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ പരമാധികാരം മനുഷ്യർ തള്ളിക്കളഞ്ഞ് പാപത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കുമ്പോൾ ഒരു സമൂഹം എത്രത്തോളം അധംപതിക്കുമെന്ന് തുറന്നു കാണിക്കുകയാണ്. ഈ പുസ്തകം അവസാനിക്കുന്നത് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യത്തോടെയാണ്. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു. ഇത് വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, ആത്മീയ രോഗനിർണയമാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യരാജാവിൻ്റെ അഭാവമല്ലായിരുന്നു, അവരുടെ യഥാർത്ഥ രാജാവായ ദൈവത്തെ അവർ നിരസിച്ചതായിരുന്നു. 19-ാമത്തെ അധ്യായം ധാർമ്മിക ദിശാബോധം നഷ്ടപ്പെട്ട ഒരു ജനതയെക്കുറിച്ചുള്ളതായ വിവരണമാണ്. ഒരു ലേവ്യനും അവൻ്റെ ഉപപത്നിയും യാത്ര ചെയ്യുന്നതിനിടയിൽ ബെന്യാമിൻ ഗോത്രത്തിലെ ഗിബയയിൽ താമസിക്കുന്നു. രാത്രിയിൽ ചില ദുഷ്ടന്മാർ വീട് വളഞ്ഞ് ലേവ്യനെ പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാനായി ലേവ്യൻ തൻ്റെ വെപ്പാട്ടിയെ പുറത്തേക്ക് അയക്കുന്നു. അവളെ രാത്രി മുഴുവൻ ക്രൂരമായി പീഡിപ്പിക്കുകയും പിറ്റേന്ന് പുലർച്ചെ അവൾ വീട്ടുവാതിൽക്കൽ മരിച്ച് കിടക്കുകയും ചെയ്യുന്നു. കരുണയോടും ദുഃഖത്തോടും പ്രതികരിക്കുന്നതിന് പകരം ലേവ്യൻ അവളുടെ ശരീരം 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങൾക്കും അയക്കുന്നു. രാജ്യത്തിൻ്റെ ആത്മീയ ധാർമ്മിക അവസ്ഥ എത്ര ഭയാനകമായി തീർന്നുവെന്ന് മുഴുവൻ ജനതയും കാണേണ്ടതിനായിരുന്നു ഇത്. ഈ അധ്യായം ഉൽപ്പത്തി 19 സോദോമിൻ്റെ നാശത്തെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ ദൈവം ന്യായവിധി നടത്തിയ സോദോമിനെ പോലെ തന്നെ ദൈവത്തിൻ്റെ ഉടമ്പടി ജനമായ ഇസ്രായേൽ മാറിപ്പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. പാപം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനവും ലോകവും തമ്മിലുള്ള വ്യത്യാസം ക്രമേണ മാഞ്ഞു പോകുന്നു. ഇവിടെ ആത്മീയ നേതൃത്വത്തിൻ്റെ പരാജയവും വ്യക്തമാണ്. വിശുദ്ധിയെ പ്രതിനിധീകരിക്കേണ്ടിയിരുന്ന ലേവ്യൻ സ്വാർത്ഥതയോടും കരുണയില്ലാതെയും പെരുമാറുന്നു. ആത്മീയ പദവി ഉണ്ടായാലും ആത്മീയ സ്വഭാവമില്ലെങ്കിൽ അതിൻ്റെ അവസാനം ദുരന്തമായിരിക്കും. 20-ാമത്തെ അധ്യായത്തിൽ ഗിബയിൽ നടന്ന ക്രൂരതയ്ക്ക് നീതി നടപ്പാക്കാൻ ഇസ്രായേൽ ഗോത്രങ്ങൾ ഒന്നിച്ചു കൂടുന്നു. എന്നാൽ ബെന്യാമിൻ ഗോത്രം കുറ്റവാളികളെ കൈമാറാൻ വിസമ്മതിക്കുന്നു. ഗോത്രസ്നേഹത്തെ അവർ നീതിയേക്കാൾ ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ ഫലമായി ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധത്തിന് മുൻപ് ഇസ്രായേൽ ദൈവത്തോട് ആലോചിച്ചെങ്കിലും ആദ്യത്തെ 2 യുദ്ധങ്ങളിലും അവർ കനത്ത തോൽവി ഏറ്റുവാങ്ങുന്നു. 3-ാമത്തെ യുദ്ധത്തിലാണ് അവർ വിജയം നേടുന്നത്. ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് നീതിക്ക് വേണ്ടി പോരാടുമ്പോഴും ദൈവസന്നിധിയിൽ താഴ്മയോടും മാനസാന്തരത്തോടെയും പൂർണ്ണ ആശ്രയത്തോടെയും വരണം എന്നതാണ്. നമ്മുടെ ലക്ഷ്യം ശരിയാണോ എന്നതിലുപരി നമ്മുടെ ഹൃദയം ശരിയാണോ എന്നതാണ് ദൈവം നോക്കുന്നത്. ഉപവസിക്കുകയും കരയുകയും യാഗങ്ങൾ അർപ്പിക്കുകയും ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്ത ശേഷമാണ് വിജയം ലഭിക്കുന്നത്. എന്നാൽ ആ വിജയം പോലും അമിതമായ പ്രതികാരത്തിലേക്ക് വഴിമാറുന്നു. ബെന്യാമിൻ ഗോത്രം ഏകദേശം മുഴുവനും നശിപ്പിക്കപ്പെടുന്നു. നീതി പ്രതികാരമായി മാറുമ്പോൾ അതിൻ്റെ പരിധി എളുപ്പത്തിൽ അതിക്രമിക്കപ്പെടുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. 21-ാമത്തെ അധ്യായത്തിൽ യുദ്ധശേഷം ഒരു ഗോത്രം ഏതാണ്ട് ഇല്ലാതായെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കുന്നതിന് പകരം അവർ എടുത്ത അബദ്ധ പ്രതിജ്ഞകൾ കാരണം സ്വന്തം ബുദ്ധി കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. സഭയിൽ പങ്കെടുക്കാതിരുന്ന യാബേസ് ഗിലെയാദിലെ ജനങ്ങളെ അവർ നശിപ്പിക്കുകയും അവിടെയുള്ള യുവതികളെ ബെന്യാമീന്യർക്ക് നൽകുകയും ചെയ്യുന്നു. അതും മതിയാകാതെ ശീലോവിലെ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന യുവതികളെ തട്ടിക്കൊണ്ടുപോകാൻ അവർ അനുവാദം നൽകുന്നു. നീതി സ്ഥാപിക്കാൻ ആരംഭിച്ച ശ്രമം കൂടുതൽ അക്രമത്തിലും കുടുംബങ്ങളുടെ തകർച്ചയിലും ധാർമ്മിക വീഴ്ചയിലുമാണ് അവസാനിക്കുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനത്തിന് മനുഷ്യൻ്റെ പാപം സൃഷ്ടിച്ച തകർച്ച പരിഹരിക്കാൻ കഴിയില്ല. യഥാർത്ഥ മാനസാന്തരവും ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണവും മാത്രമേ യഥാർത്ഥ പുനഃസ്ഥാപനം നൽകുകയുള്ളൂ. പുസ്തകം അവസാനിക്കുന്നത് വീണ്ടും അതേ വാക്യത്തോടെയാണ്. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചു. ഈ വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാന വാചകം മാത്രമല്ല, മുഴുവൻ പുസ്തകത്തെയും വിശദീകരിക്കുന്ന ആത്മീയ താക്കോലാണ്. ഈ അധ്യായങ്ങൾ ഇന്നും അത്യന്തം പ്രസക്തമാണ്. ദൈവവചനത്തെക്കാൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്ന ചിന്ത ഇന്ന് വ്യാപകമാണ്.
എന്നാൽ ന്യായാധിപന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സത്യത്തെ മാറ്റി മനുഷ്യൻ സ്വന്തം മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുമ്പോൾ ധാർമ്മിക ആശയക്കുഴപ്പം, അനീതി, കുടുംബ തകർച്ച, അക്രമം എന്നിവ അനിവാര്യമാകുന്നു എന്നാണ്. മറ്റൊരു പ്രധാന പാഠം മതപരമായ തിരിച്ചറിയൽ മാത്രം വിശുദ്ധ ജീവിതം ഉറപ്പാക്കുന്നില്ല എന്നതാണ്. ഇസ്രായേലിന് ന്യായപ്രമാണവും പുരോഹിതന്മാരും സമാഗമന കൂടാരവും യാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുപോലെ സഭയിൽ പോകുന്നതും തിരുവചനം അറിയുന്നതും ആത്മീയ പദവികൾ വഹിക്കുന്നതും മാത്രം മതിയാവുകയില്ല. പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട അനുസരണ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവസാനമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ സമാപനം ഒരു നീതിമാനായ രാജാവിനു വേണ്ടി കാത്തിരിപ്പിക്കുന്നു. ഇസ്രായേലിന് ദൈവഹിതപ്രകാരം നയിക്കുന്ന ഒരു രാജാവ് ആവശ്യമായിരുന്നു. അതോടുവിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യ നേതാക്കൾ പരാജയപ്പെടുന്നിടത്ത് ക്രിസ്തു ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പാപം നശിപ്പിക്കുന്നിടത്ത് അവിടുന്ന് പുനഃസ്ഥാപിക്കുന്നു. അന്ധകാരം നിറയുന്നിടത്ത് അവിടുന്ന് വെളിച്ചം കൊണ്ടുവരുന്നു. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവാകുമ്പോൾ മാത്രമേ യഥാർത്ഥ നീതിയും സമാധാനവും ആത്മീയ നവീകരണവും അനുഭവിപ്പാൻ കഴിയൂ. ന്യായാധിപന്മാരുടെ പുസ്തകം സന്തോഷകരമായ ഒരു അവസാനത്തോടെ അവസാനിക്കുന്നില്ല. കാരണം അത് നമ്മേക്കാൾ വലിയ ഒരാളിലേക്കാണ് നയിക്കുന്നത്. ഇസ്രായേലിൻ്റെ തകർച്ചയും ആശയക്കുഴപ്പവും ധാർമ്മിക അധപതനവും നമ്മുടെ യഥാർത്ഥ ആവശ്യത്തെ വെളിപ്പെടുത്തുന്നു. തികഞ്ഞ ന്യായാധിപനും നല്ല ഇടയനും നിത്യരാജാവുമായ യേശു ക്രിസ്തുവിനെ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ നാം തനിക്ക് ബോധിച്ചതുപോലെ ജീവിക്കുകയല്ല, ദൈവത്തിൻ്റെ പരിപൂർണ ഹിതപ്രകാരം ജീവിക്കുവാൻ കൃപ പ്രാപിക്കുന്നു. അവിടുത്തെ രാജാധികാരത്തിന് നാം ദിനം പ്രതി കീഴടങ്ങുകയും അവിടുത്തെ സത്യത്തിൽ നടക്കുകയും ദൈവത്തെ മറന്നു പോകുന്ന ഈ ലോകത്തിൽ വിശ്വസ്തരായി നിലനിൽക്കുകയും ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ രാജാവ് ആരാണ്? ഞാൻ ലോകത്തെ സ്വാധീനിക്കുകയാണോ അതോ ലോകം എന്നെ സ്വാധീനിക്കുകയാണോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.